ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്കൊരു കുറുക്ക് കാള ഉണ്ടാക്കട്ടെ. അതിന് വേണ്ടി സാധനങ്ങൾ: പച്ചക്കായ, അതിങ്ങനെ ചെരിച്ച് നോക്കിയാൽ മതി. പിന്നെ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ചേനി എടുക്കുക. അതിങ്ങനെ കട്ട് ചെയ്തിട്ട് മുറുക്കുക. അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അത് മുങ്ങാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് 3/4 ടീസ്പൂൺ നൈസായിട്ടുള്ള കുരുമുളക് പൊടി. നല്ല നൈസാവണം കുരുമുളക് പൊടി. ഇനി 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. നന്നായി ഇളക്കി വേവിച്ചെടുക്കണം. നന്നായി വേവിക്കണ്ട, കഷ്ണങ്ങളൊന്നും ഉടയരുത്, എന്നാൽ വേവും ചെയ്യണം. ഇനി നമുക്കത് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓണാക്കാം. ഇനി നമുക്കിത് മൂടി വെക്കാണ്ട് വേവിച്ചെടുക്കണം. നന്നായി തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഞാൻ അതിൽ ഉപ്പിട്ടിട്ടില്ല. ഉപ്പ് ഞാൻ പറയാം എപ്പോഴായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ അടി കട്ടിയുള്ള പാത്രമല്ല വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ആ പാത്രം മാറ്റിയിട്ട് ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുമ്പോഴും അടി കട്ടിയുള്ള പാത്രം വെക്കണം. ഇനി ഇവിടെ തൈര് ഒഴിക്കുകയാണ്. ഇതിലേക്ക് കട്ട തൈരാണ് ഒഴിക്കുന്നത്. അത് മിക്സി വെച്ചിട്ടൊന്ന് അടിച്ചെടുക്കണം കേട്ടോ. നന്നായി അടിക്കരുത്, ലൂസാവരുത്. ഒന്ന് പ്രസ് ചെയ്താൽ മതി. നന്നായി നമ്മളിത് തിളക്കണം വരെ നന്നായി ഇളക്കി ഇരിക്കണം. തീരെ അടി വേഗം പിടിക്കും. അപ്പോൾ ചട്ടിയിൽ നന്നായി തിളക്കണം വരെ നന്നായി ഇളക്കിയെടുക്കണം. കൈ എടുക്കാതെ ഇളക്കിയെടുക്കണം, കാരണം നന്നായി അടി പിടിക്കരുത്. അപ്പോൾ നമ്മളിത് വെച്ചിട്ട് വേറെ സ്ഥലങ്ങളിലേക്കൊന്നും പോവരുത്. ഇത് ട്രൈ ചെയ്യണം, കാരണം ഞാനിത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് ചെയ്യാറുണ്ട്. വേഗം ഉണ്ടാക്കിയെടുക്കാൻ കാണുന്ന പോലെ പ്രയാസമൊന്നുമില്ല. തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വരുന്ന നന്നായി കുറുകി വരണം കേട്ടോ. തൈര് ഒഴിച്ച് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇതിൽ ഉപ്പിട്ടുണ്ടായിരുന്നില്ല, ഉപ്പിടാട്ടെ ഞാൻ ഉപ്പിടുന്നത്. അപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. അത് കുറുകി വരുമ്പോഴേക്കും ഒന്നും കൂടെ കുറുകണം. എന്നിട്ട് നമുക്ക് അതിലേക്കുള്ള തേങ്ങ തയ്യാറാക്കാം. ഞാനിതിലേക്ക് ഒരു തേങ്ങയിട്ട് എടുത്തുള്ളത്. അതിലേക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂണ് നല്ല ജീരകം. നന്നായി ഫൈനായിട്ട് അരച്ചെടുക്കുക. തേങ്ങ നന്നായി അരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒഴിക്കാം. നല്ല ഫൈനായിട്ട് അരക്കണം കേട്ടോ. നന്നായി ഇളക്കി കൊടുക്കുക. തീരെ വെള്ളമൊന്നും ചേർക്കരുത്. നന്നായി കുറുകി വെക്കുക. ഉപ്പും ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കണം. ഉപ്പൊക്കെ കറക്റ്റാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേപ്പിലിട്ട് കൊടുക്കട്ടെ. 1/2 ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഇഷ്ടമുണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി കേട്ടോ. ഇതിലൊഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു പിഞ്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ പൊടിച്ചതാണ്. നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് താളിച്ച് കൊടുക്കട്ടെ. ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കരുത്, കാരണം പുളി പിറ്റേ ദിവസത്തേക്കൊക്കെ അടിപൊളിയാണ്. പുളിയാണ് ഇതിൻ്റെ രസം. നമ്മൾ നല്ല പുളിയുള്ള തൈര് ഒഴിക്കരുത്, കട്ടത്തൈര് തന്നെ ഒഴിക്കണം. അത് കുറച്ച് പുളിയുള്ള തൈരുണ്ടല്ലോ, അത് ഒഴിക്കുക. നല്ല പുളി നമ്മൾ മോര് കറിയിലേക്ക് ഒഴിക്കണ പോലത്തെ പുളിയുള്ളത് ഒഴിക്കരുത് കേട്ടോ. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് അധികം ഉണ്ടായിക്കോട്ടെ വെളിച്ചെണ്ണ. 1/4 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് 3 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. കുറച്ചധികം വേപ്പില ഇട്ട് കൊടുക്കട്ടെ. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ. നന്നായി ഇളക്കി കൊടുക്കാം. അടിപൊളിയാണ്. ഇത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്.
എത്ര ദിവസം വേണമെങ്കിലും ഇത് 2 ദിവസം പുറത്ത് വെക്കുക, ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് എടുത്ത് കഴിക്കാം. ഒരു 10 ആൾക്ക് കഴിക്കാനുള്ള ഇതിട്ട് അങ്ങനെ ഉണ്ടാക്കിയാൽ സൂപ്പറാണ്. ഇതെല്ലാവരും സാധാരണ സദ്യയൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഉണ്ടാക്കാറ്. ഞാനിവിടെ ഇഷ്ടമാണ് എല്ലാവർക്കും, ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ കുറുക്ക് കാള ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം, അടിപൊളിയാണ്. ഇതേപോലെ തന്നെ ഉണ്ടാക്കി നോക്കണം കേട്ടോ.